ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു കട്ട്ലേറ്റ് മോൾഡിൽ കട്ട്ലേറ്റ് എങ്ങനെ ആക്കി എടുക്കുന്നത് ഞങ്ങൾ നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കട്ട്ലേറ്റ്, അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ മേലത്തെ കവറിംഗ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആയിട്ട് ചിക്കൻ കട്ട്ലേറ്റ് വീഡിയോയിൽ ഞാൻ മുന്നോട്ട് ഇട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിൽ ഞങ്ങൾ മുട്ട അതെന്ത് യൂസ് ആക്കിയിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഞാനോട് ഇതിക്ക് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കൻ എടുത്തേ, ഒരു 250 ഗ്രാം എല്ലാം മെയ്യാവും. ഞാനിപ്പോൾ തില്ലാറ് ಇಂಥದ್ದು എടുത്തതാണ് അതിനെಲ್ಲ. അപ്പോൾ ഇത് ഞാൻ ഉപ്പ് പിന്നെ തെല്ല് മഞ്ഞളുടെ പൊടി മുളക് പൊടി ഇട്ടിട്ട് വേപ്പാട്ടി എടുത്തത്. തെല്ല് തന്നെ വിത്തിട്ട് ഒന്ന് വേപ്പാട്ടി എടുത്തെങ്കൈത്ത് ചുമ്മ വെന്തിട്ട് ഇങ്ങനെ ഇതാവണോണ്ടില്ല, ഇതുപോലെ കുക്കൊക്കെ എടുത്തത്. അതിൽ പിന്നെ ഇതിക്ക് പിന്നെ ഒരു മീഡിയം സൈസിലെ 3 നീരുള്ളി, അതേപോലെ പച്ചമുളക് പിന്നെ തെല്ല് വെച്ചു ഇത്ര എടുത്തത്. പച്ചമുളക് നിങ്ങൾക്ക് കാരത്തേക്ക് എത്ര വേണോ അത് പിന്നെ എത്ര എടുത്തെങ്കൈത്ത് ഞാൻ എടുത്ത്. ഇത് നല്ല കാറുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തേ. ഇതെല്ലാം 3 കൂടി നിങ്ങൾ പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം. പിന്നെ ഞങ്ങൾ ഇതാ പൊട്ടാറ്റോ, ഒരു 3 പൊട്ടാറ്റോ ഞാനിവിടെ ബോയിലാക്കി എടുത്തത്. ഇത് 3 വേണ്ട, ജണ്ട് മയ വെച്ചിട്ട് ഞാനിത് ഒന്ന് എക്സ്ട്രാ എടുത്തേ. മോൾക്ക് തെല്ല് വെജ് ആക്കുമെങ്കിൽ അപ്പോൾ അത് കൊണ്ടിട്ട് ജണ്ട് മയാവും. പിന്നെ ചെറുതുണ്ടെങ്കിൽ ഒരു 3 എടുക്കുമോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ 2 വിസിലെടുത്തത് അതോടിക്കിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പാൻ വെച്ചിട്ട് അതിക്ക് നിങ്ങൾ തെല്ല് ഓയിൽ വിറ്റ് കൊടുക്കണം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ്, അത് വലിയ സ്പൂണിൽ ഒരു സ്പൂണ് ഫുൾ നിറച്ചു ഇട്ട് കൊടുത്തത്. അതൊക്കെ ഉണ്ടല്ലോ ഇഞ്ചിയും വെല്ലുള്ളി. അപ്പോൾ ഇതൊന്ന് കായിട്ട് ഒന്ന് കാഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് നീരുള്ളി അതെല്ലാം ഇട്ടെങ്കൈത്ത്. അപ്പോൾ ഇഞ്ചിയും വെല്ലുള്ളി ഇതാ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കട്ടാക്കി വെച്ച് നീരുള്ളി പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം ഒട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നീരുള്ളി ഒന്ന് കായിട്ട് ചുമ്മ ഇങ്ങനെ ബ്രൗൺ കളറാവണം അങ്ങനെയില്ല, നല്ല ഒന്ന് ഫ്രൈ ആയിട്ട് പറിച്ചു. ഫ്രൈ ആയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇതിക്ക് മസാല പൗഡർ അതെല്ലാം ഇട്ടെങ്കിട്ട്. അപ്പോൾ ഇതുകൂടെ ആവട്ടെ. ഇത് ഞാൻ ഇതിരടിക്ക് ഞങ്ങൾ ചിക്കൻ ഞങ്ങൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കണം, ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് എടുക്കണം. കയ്യിലിങ്ങനെ ഇതാക്കറി അങ്ങനെ ആക്കറി പൊടി പൊടിയായിട്ട് ഇങ്ങനെ പിച്ച് ഇട്ടല്ലേ ചിക്കിട്ട് അങ്ങനെ ഇട്ടെങ്കിൽ അങ്ങനെയാവും. മിക്സിയിൽ നല്ലത് അങ്ങ് കട്ട്ലേറ്റ് കല്ല ഇങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചെങ്കൈത്ത് ഇതാ ഇതുപോലെ അതിൽ മുള്ളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കുള്ളൂ. ഞാനിപ്പോൾ ബോൺലെസ് പീസല്ല, മുള്ളുള്ളതും ഞാനിവിടെ ഇത് വേപ്പട്ടി എടുത്തത്. മുള്ളെല്ലാം എടുത്തിട്ട് അത് കാലി ഇറച്ചി മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുക്കണം. ചുമ്മ ഇങ്ങനെ ഇറക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുത്തെങ്കൈത്ത്. അപ്പോൾ നീരുള്ളിയുടെ കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് മസാല പൗഡർ മഞ്ഞളുടെ പൊടി അതേപോലെ തെല്ല് ഗരം മസാല അതെല്ലാം ഇട്ട് കൊടുക്കും. ചുമ്മ മസാല പൗഡർ എന്ത് വേണ്ട, തെല്ല് ഗരം മസാല ഒരു 1/2 to 3/4 ടീസ്പൂൺ എത്ര ഗരം മസാല, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ തെല്ല് ഒരു 3/4 അതല്ലെങ്കിൽ 1 ടീസ്പൂൺ എത്ര ചിക്കൻ മസാല ഇട്ട് കൊടുത്തത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു വിസല്ല ഞങ്ങൾ ഈ ഒരു ഗരം മസാല അത് ഇട്ടെങ്കിൽ മയ്യോ മഞ്ഞളുടെ പൊടി അതെല്ലാം ഇട്ടെങ്കിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ചിക്കൻ മസാല. അതും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കരുത് ഇതുപോലെ. അതിൽ പിന്നെ ഞങ്ങൾ ഇത് റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലേ, ഇതിലിപ്പോൾ ഈ ഒരു മസാലയുടെ ഞാൻ തെല്ല് മസാല എടുത്ത് വെக்கிறേ. നിങ്ങൾക്ക് തെല്ല് വെജ് ആക്കും ഇന്നപ്പോൾ അത് കൊണ്ടിട്ടോ. നിങ്ങൾ ഇപ്പം ഈ ഇതിൽ കാട്ടുന്നത് കറക്റ്റായിട്ട് ഇരിക്കുക. മസാല എടുക്കണുണ്ടില്ല, ഇത്ര മസാല നിങ്ങൾ ഈ ഒരു 300 ഗ്രാം ചിക്കൻ അതേപോലെ പൊട്ടാറ്റോ എല്ലാം ഇത്ര നിങ്ങൾ ആക്കുறீங்க. ഇത് മസാല എടുക്കണം. ഞാനിപ്പോൾ ഇത് തെല്ല് വെജിക്ക് നിൽക്ക് വേണമെടുത്ത് അതിരമേ തെല്ല് എടുത്തിട്ടാണ്. ബാക്കിക്ക് നിങ്ങൾ ചിക്കൻ ഇട്ടിട്ട് നല്ല തെല്ല് നേരം അതിൽ നല്ല മിക്സ് ആക്കി കൊടുക്കുക. ചന്ത ഇതുപോലെ മിക്സ് ആക്കി എടുത്താൽ പിന്നെ ഇതിക്ക് നിങ്ങൾ പൊട്ടാറ്റോ ഇട്ടെങ്കിട്ട് പൊട്ടാറ്റോ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുറോ. അപ്പോൾ ഇതിക്ക് ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല പൊട്ടാറ്റോക്ക്, ബാക്കി ഞങ്ങൾ ചിക്കനും കിട്ടുക. അപ്പോൾ അതിക്ക് പിന്നെ ഉപ്പ് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಇಟ್ಟಿട്ട് നല്ല ഇതിലൊന്ന് ചന്ത ഇതെല്ലാം ഒട്ടിಗೆ ചിക്കൻ ഇപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ല, ചെറിയ തീയിലേ ഉണ്ടോ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ മസാല പൗഡർ ഞങ്ങൾ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എക്സ്ട്രാ ബേനിങ്ങെല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ നോക്കുറോ ടേസ്റ്റെല്ലാം ഉപ്പെല്ലാം ഈ ടൈമിൽ കറക്റ്റാക്കി കൊടുക്കുറോ. നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത്. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആക്കി എടുത്തേ. തില്ല മസാല പൗഡർ കുരുടിಂತೆ തില്ല ಗರಂ ಮಸಾಲ അതുപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. തില്ല ಅದರೊಟ್ಟಿಗೆ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟು കൊടുക്കണം. അത് നല്ല അടിമേലാക്കി ഞങ്ങൾ ഇത് കട്ട്ലേറ്റുള്ള മസാല ഇവിടെ റെഡി ആയിട്ട് ടേസ്റ്റെല്ലാം ഈ ടൈമിൽ നോക്കിയുള്ളവർ കറക്റ്റാക്കി കൊടുക്കുറോ. അപ്പോൾ ഇത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിക്ക് പിന്നെ കോൺഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണോ. അപ്പോൾ എന്താ ഒരു ബൗൾ എടുത്തേ. നിങ്ങൾ മുട്ടയിൽ ആക്കുறீங்க മുട്ടയിലാക്കുക, അതല്ലെങ്കിൽ ഇത് നല്ല ഓപ്ഷൻ ഇതായിട്ടേക്ക് കോൺഫ്ലോറും മൈദ ജണ്ടും കൂടി. അപ്പോൾ അതൊന്ന് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്താൽ 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ തെല്ല് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ടിട്ട് തെല്ല് തന്നെ വിത്തിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം. ചുമ ഗട്ടി ബാറ്റർ ആക്കണ്ട, തെല്ല് ഉപ്പിലാക്കി എടുത്തിട്ട് കട്ടറ അതുപോലെ ആക്കിങ്ങിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൽ കോട്ടാക്കി എടുക്കുമ്പോൾ ഞങ്ങൾ കട്ട്ലേറ്റ് മേലെല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് പണ്ട് ഞങ്ങൾ കട്ട്ലേറ്റ് ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ഇത് പൊട്ടറി അങ്ങനെ എന്ത് പണ്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഇതുപോലെ വേണോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ബ്രെഡ് ക്രംസും വേണോ. ഇത് ഞങ്ങൾ ನಾನು ಉಡಿಮೆ ಹಾಕಿದೆ. അപ്പോൾ ഇതിലെ വീഡിയോ എല്ലാം ഞാൻ മുന്നോട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയത് ബ്രെഡ് ക്രംസ് എങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ಬೇನೆ എത്ര എടുക്കുറോ. പിന്നെ കട്ട്ലേറ്റ് മോൾഡ് ഇതാ ನಾನು ഈ ഒരു മോൾഡ് ഇത് ഞാൻ എടുത്തതല്ല, എനിക്ക് വേറൊരാൾ ബിൽപ്പാട്ടി തന്നതിത്. അപ്പോൾ ഇത് ആമസോണിൽ അതേപോലെ മീഷോയിലെല്ലാം ഉണ്ടാന്ന് ಗೊತ್ತಿಲ್ಲ നോക്കുറോ. കിട്ടുമെങ്കിൽ ഇത് നല്ല വെച്ചത് ഞങ്ങൾക്ക് ഇതിൽ ഈസി ആവട്ടെ. ഞങ്ങൾ സാധാരണ ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാം ആക്കുമ്പോൾ അതിങ്ങനെ ഒരേ ഷേപ്പിൽ പണില്ല, ഞങ്ങൾ ഇപ്പോൾ പല ഷേപ്പിലായിട്ടിരിക്കും നിങ്ങൾ കയ്യിലെല്ലാം ആക്കുമ്പോഴത്തേക്ക്.
പിന്നെ ഇതിലാക്കുമ്പോൾ ഞങ്ങൾക്ക് ಬೇಗ ನಂಗೆ ಹಾಕಿಡ್ಗೆ ಈಸಿ ಆಯ್ತಿಗೆ അതേപോലെ സമൂസത്തെ മോൾഡ് ಅದರ വീഡിയോ ഞാൻ മുന്നോട്ട് ഇട്ടിരുന്നാണ് സമൂസത്തെ മോൾഡിൽ അത് കുറേ ആൾ ഇങ്ങനെ ചെറിയ സമൂസ അവിടെ ഉണ്ടല്ല ചൊല്ലറ് ചുമ ചെറുതാവില്ല പിന്നെ ഒരു മോൾഡ് വ്യത്യാസം ನಾನು ಗೊತ್ತಿಲ್ಲ ನಂಡೇലുള്ളത് ചുമ ചെറുതല്ല ഒരു മീഡിയം സൈസിലെ സമൂസ ഞങ്ങൾക്കെಲ್ಲ കറക്റ്റായിട്ട് തിന്നൊക ആകുമ്പോഴത്തെ ഒരു മീഡിയം സൈസിലെ സമൂസ അത് അപ്പോൾ നോക്കിയല്ലോ അത് ഇത് കിട്ടാൻ നക്കൊന്നില്ല കിട്ടണമെങ്കിൽ ഇതിനല്ല എടുക്കുറീങ്ങ പിന്നെ ഇതാ ഞങ്ങൾ ഇതിൽ മേൽക്ക് ഫസ്റ്റ് ഇതിൽ ഞങ്ങൾ ഒരു ചില്ലുണ്ടല്ലേ അത് ഞങ്ങൾ ഒരു 10 ഇതിനെ കാട്ടി ഞങ്ങൾ ഇതിൽ 12 ഇതുണ്ട് കട്ട്ലേറ്റ് അവിടെ 2 എക്സ്ട്രാ കിട്ടും ഞങ്ങൾക്ക് അതിൽ അപ്പോൾ അത് എല്ലാം വെച്ചിട്ട് ആ ചില്ലെല്ലാം വെച്ചിട്ട് അതിൽ മേൽക്ക് തെല്ല് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക ബ്രെഡ് ക്രംസ് അതല്ലെങ്കിൽ എന്തെങ്കിലും അരിയുടെ പൊടിയാ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക മേൽക്ക് ഇനിയിപ്പോൾ പൊടിയെല്ലാം ഇട്ടില്ലെങ്കിൽ ഒരു വിഷയമില്ല ഞങ്ങൾ വേഗമേ പണ്ടിങ്ങനെ പത്തി പിടിക്കുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല വേഗമേ ഞങ്ങൾ ഇത് അവിടെ ഇപ്പോൾ ഇതാ കട്ട്ലേറ്റ് മസാല എല്ലാം ഇതുപോലെ നല്ല ഫില്ലാക്കി കൊടുക്കും ചെന്ന ഫില്ലാക്കി കൊടുക്കുമോ ഞങ്ങൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് എടുത്തെങ്കിട്ട് ഇതുപോലെ വേഗമേ അവിടെ ഈസി അവിടെ ഇത് ഞങ്ങൾക്ക് ഈസി ആയിട്ടിക്കറ് പിന്നെ കട്ട്ലേറ്റ് എല്ലാം ഒരേ ഷേപ്പിൽ പണ്ട് പിന്നെ നല്ല ഫില്ലിങ് വയ്ക്കറ് അത് ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ കയ്യിലെല്ലാം ആക്കുമ്പോൾ തിരിച്ചെറിയെല്ലാം അങ്ങനെ എല്ലാം അവിടെ ഇതിൽ നല്ല ഫില്ലിങ് ഇരിക്കും ഒരു കട്ട്ലേറ്റ് തിന്നുമ്പോൾ ഞങ്ങൾ ജണ്ട് തിന്നെങ്കിൽ വയറ് ഫില്ലായ പോലെ അവിടെ അപ്പോൾ നല്ല ഫില്ലിങ് കണ്ടല്ലേ ഇത് നല്ല യൂസ് ആവുന്നത് നല്ല യൂസ് ചെന്നാൽ നല്ല ഈസി ആവും ഞങ്ങൾ ഇതിൽ നോമ്പിലെല്ലാം നല്ല ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ അപ്പോൾ ഇതാ ഇതുപോലെ കോൺഫ്ലവർ മുക്കിയിട്ട് ഞങ്ങൾക്ക് ഇത് ഒന്ന് ഡിപ്പാക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇപ്പോൾ സിംഗിൾ കോട്ട് ആക്കറിയെങ്കിൽ സിംഗിൾ കോട്ട് ആക്കുക ഞാൻ എപ്പോഴും കട്ട്ലേറ്റ് എല്ലാം ആക്കുമ്പോൾ ഡബിൾ കോട്ടേ ആക്കറേ മുട്ടയിലായെങ്കിൽ അങ്ങനെ ആക്കറേ അപ്പോൾ മുട്ടേനെ കാട്ടി ഞാൻ ഇത് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഈ ഒരു ഇത് കോൺഫ്ലവറും പിന്നെ മൈദ നിങ്ങൾ വെച്ചെന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് പണ്ട് പിന്നെ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇതുപോലെ ആക്കി കിട്ടും ഞാനിവിടെ ഡബിൾ കോട്ടാക്കി എടുക്കുക സിംഗിൾ കോട്ടും ആക്കിയിട്ട് എടുക്കണം ഇങ്ങനെ സിംഗിൾ കോട്ടാക്കിയും ഞങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ ഇത് പൊട്ടാറ്റോ എല്ലാം പുറത്ത് പണ്ട് ഇങ്ങനെ പൊട്ട് അങ്ങനെ എന്തൊക്കെയല്ല അപ്പോൾ സിംഗിൾ കോട്ടാക്കണമെങ്കിൽ അതും ആക്കാം അതെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ട് കണ്ടല്ലേ 12 കട്ട്ലേറ്റ് ഞാൻ ആക്കിയ മസാലയിൽ കറക്റ്റ് 12 പിന്നെ ഒരു ചെറിയൊരു ബോൾ ഇതാ കണ്ടല്ലേ ഇത്ര ആയിട്ട് ആ ഒരു മസാലയിൽ ഇത്ര കട്ട്ലേറ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ എണ്ണ വെച്ചാൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചല്ലോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കട്ട്ലേറ്റ് ഫ്രൈ ആക്കി തീരാ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ ഇങ്ങനെ പൊട്ടിയിട്ട് പുറത്ത് പറയുക ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഈ ഒരു കോട്ടിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പൊട്ടിയിട്ട് പുറത്ത് പണില്ല ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ വേഗമേ അവിടെ അതിന് മേലത്തെ ഇത് ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നെങ്കിൽ ചുമ ബ്രൗൺ അല്ല ഒരു ഗോൾഡൻ കളർ അവിടെ അല്ലേ ആ ഒരു കളറാകുമ്പോൾ ഞങ്ങൾ എടുത്തെങ്കിൽ അപ്പോൾ ഇത് എണ്ണ കിട്ടപ്പോൾ ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇങ്ങനെ അടിമേലൊക്കെ എല്ലാം പോണ്ട ഒരു സൈഡത്തിൽ കായിട്ട് കാഞ്ഞിൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ തിരിച്ചിട്ടെങ്കിൽ അപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നതിൽ പിന്നെ എടുത്തെങ്കിൽ അപ്പോൾ ഇതായോണ്ട് വന്നിട്ട് ഈ ഒരു കളറാകുമ്പോൾ ഞങ്ങൾ എടുത്തെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് പണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ എടുത്തെങ്കിൽ കായണ്ടാവുക തീരാ കായിട്ടതില്ല അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇതിന് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ എല്ലാം അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ട് കാട്ടുறேன் ഞാൻ ഇതുപോലെ അപ്പോൾ ഇത് ഞങ്ങൾക്ക് തെല്ലും എണ്ണ കുടിക്കില്ല നിങ്ങൾ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ തെല്ലും ഇത് എണ്ണ കുടിക്കില്ല ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടല്ലേ ഇതങ്ങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ ഈ ഒരു ക്രിസ്പി ചെന്ന പോലെ ഇതിൻ്റെ മേലെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കട്ട്ലേറ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഈ ഒരു സോസ് ഉണ്ടല്ലേ സോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ചില്ലി സോസിൻ്റെ വീഡിയോ ഇട്ടല്ലേ സ്വീറ്റ് ചില്ലി സോസ് ആ ഒരു സോസ് ഇത് അപ്പോൾ ഇത് അതിൽ കുറേ ആൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എന്തൊക്കെ യൂസ് ആക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇതുപോലെ സ്നാക്സ് എല്ലാം ആക്കറല്ലേ സ്നാക്സൊക്കെ ഞങ്ങൾ മെയിനായിട്ട് ഡിപ്പാക്കും ഞങ്ങൾ യൂസ് ആക്കറേ അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കട്ട്ലേറ്റ് ആയെങ്കിൽ അതേപോലെ ചിക്കൻ റോളു സമോസത്തേക്ക് എല്ലാത്തും ഞങ്ങൾ സ്നാക്സ് എല്ലാം ഇപ്പോൾ ഇതെല്ലാം ആക്കറല്ലേ ಅಂದರೆ ಫ್ರೆಂಚ್ ಫ್ರೈಸ್ ಎಲ್ಲದಕ್ಕೂ ನಂಗೆ ಇങ്ങനെ ಡಿಪ್ಪಾಕಿ ನಂಗೆ ಯೂಸ್ ಆಕ നല്ല ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കൂ അപ്പോൾ കട്ട്ലേറ്റ് നോക്കിയാലല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ಬಂದ್ರೆ നിങ്ങൾ ആക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വരിക്കട്ടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും